ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സുഭാഷ് കപൂർ എന്നൊരു ഒരു കടത്തുകാരനെ, വിഗ്രഹക്കടത്തുകാരനെ കോടതി പരാമർശിക്കുന്നുണ്ട്. ഈ 90,000 കോടിയുടെ വിഗ്രഹങ്ങൾ കടത്തിയ ആളാണ്. അയാളിപ്പോൾ ജയിലിലാണുള്ളത്. അയാളുടെ ഒരു ശൈലി ശില്പങ്ങളുടെ അളവെടുക്കുക, ഈ പറഞ്ഞ ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങളുടെ മാത്രമല്ല വാതിലുകളുടെയൊക്കെ അളവെടുത്ത് കൊണ്ടുപോയി അതിൻ്റെ മിനിയേച്ചർ രൂപമുണ്ടാക്കി വ്യാജനും പൈസ ഉണ്ടാക്കും, ശരിയാതിനും പൈസ ഉണ്ടാക്കും. ഇതായിരുന്നു അയാളുടെ രീതി. അയാൾ പിടിയിലാണ്, ഇപ്പോൾ ജയിലിലാണ് കഴിയുന്നത്. ആ സുഭാഷ് കപൂർ എന്നൊരു പേര് കോടതി വെറുതെ അങ്ങ് പരാമർശിച്ചു പോയതാണോ? യഥാർത്ഥത്തിൽ ശബരിമലയിലും ആ തരത്തിൽ വിഗ്രഹങ്ങളുടെയും വാതിലുകളുടെയും ഒക്കെ ഈ അളവെടുക്കാൻ, ശ്രീകോവിലിയൊക്കെ അളവെടുത്ത് പോകുന്ന ഒരാളായിട്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുകയാണ്. അത് ചെറിയ കൊള്ളയല്ല എന്നതിൻ്റെ സൂചനയായിട്ട് അതിനെ കാണണ്ടേ മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോടതി ഈ പരാമർശം വെറുതെ നടത്തിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ആ വാജിവാഹനം, മണി, ആദ്യം അവിടെ ഉണ്ടായിരുന്ന 2 മണി, പിന്നെ അതുപോലെ തന്നെ അഷ്ടദിക്പാലകര്, പഴയ കൊടിമരത്തിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ആൻറ്റിക് വാല്യൂ ഉള്ള ആ യോഗദണ്ഡ്, വളരെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ആൻറ്റിക് വാല്യൂ ഉള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ എല്ലാം ഈ ഗ്രൂപ്പ് തന്നെയാണ്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ വാസുദേവൻ, ഇപ്പം നമ്മുടെ പീഠം കൊണ്ടുപോയ വാസുദേവനാണ് ആ മണി രണ്ടാമത് ഇതിനകത്ത് ആദ്യം പണിതിരിക്കുന്നത്, മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയ മണി അവർ മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മണി തുടങ്ങിയൊരു കലാപരിപാടിയാണിത്. 2017-18 കാലം മുതലാണ് ഈ പരിപാടി തുടങ്ങുന്നത്. ആ കൊടിമരത്തിൻ്റെ ഇത് തുടങ്ങുന്നത്. ആ കൊടിമരത്തിൻ്റെയൊക്കെ ആ സ്വർണ്ണം പൂശിയതിനകത്തും ഒക്കെ ഒരുപാട് പഴയ കൊടിമരം പോയതിനകത്തും ഈ അഷ്ടദിക്കും ഈ വാജിവാഹനത്തിനകത്തെല്ലാം ഇത്തരം ഒരു ദുരൂഹതയുണ്ട്. ഈ ആൻറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില ദുരൂഹതകളുണ്ട്. അതിലേക്കാണ് ഈ പോകുന്നത്. കാര്യം നമ്മൾ ആദ്യം ധാരപാലകരുടെ പാളി വന്നു, പിന്നെ കട്ടളയുടെ വന്നു, പിന്നെ കഥകി വന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് കോടതി ഈ പറഞ്ഞ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുമ്പോഴത്തേക്ക് ഇത് ആ രീതിയിലാണ് അതിന്റെ പോക്ക് പോകുന്നത്. അതിന്റെ പങ്ക് അതുകൂടി സംശയിക്കത്തക്ക വിവരങ്ങളാണല്ലോ. ഇപ്പോൾ ആന്റിക് ബിസിനസ് ഉണ്ട് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്. അവർക്ക് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ബിസിനസ്സും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കണം. ആദ്യം അവർ പറഞ്ഞു സ്വർണം അലിയിപ്പിക്കാനുള്ള വിദ്യ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു, പിന്നീട് അലിയിപ്പിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ല, നമ്മുടെ 18ാം പടി മറന്നുപോലെ. 18ാം പടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ ഗ്രൂപ്പ് തന്നെയാണ്. 18ാം പടി, പഴയ 18ാം പടി മാറ്റിയിട്ട് പിന്നെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പ് തന്നെയാണ്. കാര്യം ഇതെല്ലാം ബാംഗ്ലൂർ ബേസ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള വലിയൊരു അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു കൊള്ളസങ്കേതം ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ഈ നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അതിൻ്റെ താഴത്തെ തന്ത്രി പോറ്റികൾ, പിന്നെ ചില ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം കൂടെ കൂട്ടിയേർന്നിട്ടുള്ള ഒരു വലിയൊരു കൊള്ളയാണ് ഇതിൽ നിന്ന് നമുക്ക് ഇതായി വരുന്നത്. സംശയങ്ങളും ആ നിലയ്ക്കാണോ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കോടതിക്കും മനസ്സിലായിരിക്കുന്നത് സന്നിധാനത്തിനകത്ത് പെരുമാറുന്നവരുടെ, സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവരുടെ റോള്, അത് കൃത്യമായിട്ടും ആ പങ്ക് ഈ തന്ത്രിയുടെ കാര്യത്തിലും സംശയിക്കുകയാണോ അങ്ങ്? തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസക്കൊള്ള എന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്ത് ഈ ആചാര്യന്മാരുടെ ആവശ്യമുണ്ട്. കാര്യം ആൻറ്റിക്കായിട്ട് ഒരു സാധനങ്ങൾ നമ്മൾ വിൽക്കുകയാണെങ്കിൽ, ഈ കടത്തൊക്കെ വരികയാണെങ്കിലും അതിനകത്ത് ആൻറ്റിക് വാല്യൂ മാത്രമുള്ള സാധനം, അതായത് അങ്ങനത്തെ ഉപകരണങ്ങൾ നമുക്ക് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാജിവാഹനം, അഷ്ടദിക്കും ഒക്കെയാണ്. അത് ഒരു ലോക്കറി കൊണ്ട് വെക്കുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോഡൌണി വെക്കുവോ, അവർക്ക് ആ ഒരു സമയത്ത് വിൽപ്പന മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ മൂല്യം. ഇപ്പോൾ ഒരു 50 കോടിക്ക് മേടിച്ചു വാജിവാഹനം, അവിടെ വെച്ചു, 100 കോടി ആരെങ്കിലും പറഞ്ഞാൽ അവിടെ കൊടുത്തു. അങ്ങനത്തെ ഒരു രീതിയാണ് അവരുടേത്. പക്ഷേ ഈ വിശ്വാസക്കൊള്ള എന്ന് പറഞ്ഞ സാധനത്തെ, നമ്മുടെ ദ്വാരപാലക പാളികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട, അതൊരു വീടിൻ്റെ പൂജാമുറിയിലോ, കോടീശ്വരൻ്റെ വീടിൻ്റെ പൂജാമുറിയിലോ അല്ല അയാളുടെ ഒരു അമ്പലത്തിലോ അങ്ങനത്തെ സംഭവങ്ങളിലാണ് അത് വെക്കുക. അത് വെക്കണമെങ്കിൽ അവിടെ ഒരു പ്രതിഷ്ഠാ പൂജ ആവശ്യമുണ്ട്. ഇത് ചുമ്മാ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് മേടിച്ചിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ശബരിമലയിലെ മെയിൻ തന്ത്രികൾ തന്നെ വന്നിട്ട് ഇതെൻ്റെ വീട്ടിലേക്കോ അല്ലെ എൻ്റെ പൂജാ സ്ഥലങ്ങളിലേക്കോ അല്ലെ എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കോ ഇത് പ്രതിഷ്ഠിക്കണം. പിന്നെ ഇതിന് കുറേ പടിത്തരങ്ങളും കുറേ അതിനകത്ത് പിന്നെ ഓരോ സമയത്ത് നടക്കുന്ന പൂജകളും പിന്നെ ഓരോ വാർഷികമായിട്ടുള്ള പൂജകളും ഒക്കെ ഇതിൻ്റെ അനുബന്ധമായിട്ടുണ്ട്. കാര്യം ഇവർക്ക് പിന്നെയും ഇങ്ങനെ ഈ വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള കച്ചവടം നടക്കുന്നിടത്ത് ഇവർക്ക് ഈ ആചാര്യവർഗത്തിന് പിന്നെ കാലാകാലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ എല്ലാ വർഷവും പോകാൻ പറ്റും. ഒരിടത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ അതിനെ അനുബന്ധമായിട്ട് കുറേ സമയങ്ങൾക്ക് ഇവർക്ക് പിന്നെയും കാലാകാലങ്ങളിൽ ഇവർക്ക് ശബരിമല പോലെ തന്നെ ഒരു തന്ത്രം ഉണ്ടാകുകയാണ് ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ. കാര്യം എപ്പോഴും അവരുടെ എല്ലാ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരായിരിക്കും അവരുടെ സുപ്രീം രാജഗുരു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രീതിയിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനത്തെ കൊള്ള നടക്കാനായിട്ട് നമ്മുടെ ഈ കേസുകൾ
വീടുകളിനകത്തെല്ലാം നടന്നിരിക്കുന്നത്, അതായത് കട്ടളപ്പാളിയാണേലും ധാരപാളപാളിയാണേലും ഇതെല്ലാം നടന്നിരിക്കുന്നത് ഈ ടൈപ്പ് വിശ്വാസക്കൊള്ളയാണ്. അതായത് ശബരിമല അയ്യപ്പനോടോ വിശ്വാസത്തിനോടോ ഭയങ്കര വിശ്വാസമുള്ള കർണാടക ആന്ധ്ര റേഞ്ചിലുള്ള ആൾക്കാരാണ് ഇവരിത് വിറ്റിരിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ബെല്ലാരി ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഇതെല്ലാം അങ്ങനത്തെ റേഞ്ചാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പോയിരിക്കുന്നതിനകത്തെല്ലാം ഈ തന്ത്രി കുടുംബങ്ങളുടെ സഹായം അല്ലെ അവരെ മുൻനിർത്തി മാത്രമേ ഈ സാധനങ്ങളുടെ കച്ചവടം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവരതിനകത്ത് ഉൾപ്പെട്ട്, കാര്യം അവരില്ലാതെ നടക്കത്തില്ല. കാര്യം ഇപ്പം തന്നെ തിരിച്ചു വെച്ചത് എന്തുമാത്രം ഇതാണെന്ന് ആലോചിച്ച് ഇപ്പം ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇത് പരിശോധിക്കണമെന്ന്. കാര്യം എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധി കൊണ്ട് ആ തന്ത്രി അത് തിരിച്ചു വെപ്പിക്കുമോ? അത് പരിശോധിച്ചെല്ലാം പൂർത്തിയായിട്ട് വെച്ചാൽ പോരെ. നമ്മളെപ്പോലുള്ളവരാവുന്ന പറഞ്ഞ് ഇത് വെക്കരുതേ എന്ന്. പക്ഷെ അവരെടുത്ത് തിരിച്ചു വെച്ചു. ഇപ്പം ഇത് പരിശോധിക്കാനായിട്ട് ഇപ്പോൾ 15-ാം തീയതിക്ക് മുമ്പ് ഇത് പരിശോധിച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെ നടക്കാനത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ചുമ്മാ മറ്റൊരു വസ്തു പോലെ പോയി ധാരപാലക വിഗ്രഹം എടുത്തിട്ട് ഇവർക്ക് കട്ട് ചെയ്ത് പരിശോധിക്കാൻ പറ്റുമോ? അതൊരു ദൈവിക കാര്യമല്ലേ? അതൊരു ദേവന്റെ ഒരു ഭാഗമായ സാധനമല്ലേ? അതിന് പൂജയൊക്കെ നടത്തി അരിഞ്ഞൊക്കെ നടത്തിയാലേ തിരിച്ചെടുക്കാൻ പറ്റൂ. തിരിച്ചെടുത്തിട്ട് ഇതിലെ പരിശോധനയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെന്തുമാത്രം പിന്നെ എടുക്കുക വെക്കുക ഇത് എന്തുമാത്രം ഇതൊരു ഇങ്ങനെ പിള്ളേരുകൾ കളിക്കേണ്ട ഒരു സാധനമാണോ? തന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു അവർക്കൊക്കെ ഒരു പരിണിത പ്രജ്ഞരായിരിക്കണ്ടേ അവർ? ചുമ്മാ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ അങ്ങോട്ട് എന്താ വെച്ചോ, നിങ്ങൾ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു വെച്ചോ, വെച്ചു, എടുക്കാൻ പറഞ്ഞു എടുത്തു, അങ്ങനല്ലല്ലോ. അതിനൊക്കെ ഒരു സാങ്കത്യം ഒരു കറക്റ്റായിട്ട് നോക്കി ചെയ്യേണ്ടത്. ഇത് ഭയങ്കര ഗുരുതരമായ രീതിയിലുള്ള വീഴ്ചയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. യാതൊരു സംശയവും ഇല്ല. ഇത് അവർ അറിഞ്ഞുകൊണ്ടായാലും ശരി അറിയാണ്ടായാലും ശരി, ഇനി അവർ കുറ്റക്കാരാണെങ്കിലും ശരി കുറ്റക്കാരല്ലെങ്കിലും ശരി, അവരുടെ ഭാഗത്ത് ഒന്നീ വെറും പൊട്ടന്മാർ അല്ലെങ്കിൽ മഹാമിടുക്കന്മാർ, ഇത് രണ്ടാണേലും ഇവിടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാര്യം അവരുടെ സ്ഥാനം അതിനകത്തൊരു ഇതുണ്ട്. കാര്യം അവരുടെ സ്ഥാനത്തിനൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട് നമ്മൾ. ആ ഒരു ബഹുമാനത്തിന് അർഹമായ രീതിയിൽ അവർ പെരുമാറുകയും വേണം. ഈ കാശ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കമന്നു വീഴുന്ന പരിപാടി നിർത്തണം ഇനിയെങ്കിലും. കാര്യം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാശിന് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമല്ല. അവരുടെ സ്ഥാനം അതിനൊക്കെ ഒരുപാട് മേളിലാണ്. കാര്യം അതവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും ആരെങ്കിലും ഒരു 500 രൂപ ദക്ഷിണ കൊടുത്താൽ അതിൻ്റെ അകത്ത് അവന് കൂടുതൽ പ്രസാദം, കൂടുതൽ പണക്കാർക്ക് കൂടുതൽ പൂജ, അവൻ്റെ വീട്ടിൽ പോയി വേണേൽ പൂജ ചെയ്യും. അങ്ങനത്തെയൊക്കെ രീതിയിലൊക്കെ കാര്യങ്ങൾ മാറണം. അവർക്കൊരു ഇതുണ്ടല്ലോ. നമ്മളിപ്പോൾ സാധാരണ ഈ മേൽശാന്തിമാരെയൊക്കെ പുറപ്പെടാ ശാന്തിയായിട്ട് 1 വർഷത്തേക്കാണ് വെക്കുന്നത്. എന്തുകൊണ്ട് തന്ത്രി കുടുംബത്തെ ഇനി അങ്ങനെ വെച്ചുകൂടാ? 1 വർഷത്തേക്ക് മൊത്തം പുറപ്പെടാ തന്ത്രിയാകണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇത്രയും പ്രശ്നങ്ങളില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അവിടെ സേഫായിട്ട് നിൽക്കുമല്ലോ. ഇത് 4 ദിവസം, മാസത്തിൽ 4 ദിവസം 5 ദിവസം പൂജ നടക്കുമ്പോൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 26 ദിവസം അവർ മറ്റോരോരുത്തരുടെ വീട്ടിലാണ് പൂജ നടത്തുന്നത്. അതെങ്ങനെയാണ് ശരിയാകുക? നമ്മളൊന്ന് ആലോചിച്ച് ശേഷം ശബരിമല പോലത്തെ ഒരു മഹാക്ഷേത്രത്തിൽ അതിൻ്റെ ഒരു ആചാരങ്ങൾ ഇവർ പാലിക്കേണ്ടവരല്ലേ? എല്ലാവരും അയ്യപ്പ ഭക്തരല്ലേ? അതിനകത്തൊരു അയ്യപ്പ ഭക്തരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പാടുണ്ടോ? വെറും പണം മാത്രമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? ശരി, നമ്മൾ അത് വിഷമത്തോടെ എനിക്കിത് പറയേണ്ടത്. ഞാൻ പറയാതിരിക്കാനും പറ്റാത്തൊരു അവസ്ഥയാണിത്. കാര്യം അത്രയ്ക്ക് ഗുരുതരമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത് ഇതിനകത്ത്. കാര്യം പൂജാവിധികളിനകത്ത് മൊബൈൽ ഫോൺ കൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറുക, എന്ത് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.